നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ട്യൂണർ, മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അമിതമായ ഉത്കണ്ഠ, ഇൻക്രീസ്ഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഫോളോയിങ് എ ട്രോമാറ്റിക് ഇവൻറ്റ്, ഒരു ട്രോമയ്ക്ക് ശേഷം സംഭവിക്കുന്നതാണ്. ആ ട്രോമ എന്ത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ അതൊരു അസോൾട്ട് ആയിരിക്കാം, ഒരു കിഡ്നാപ്പിംഗ് ആവാം, അല്ലെങ്കിൽ കൊറോണ പോലത്തെ മഹാമാരിക്ക് ശേഷം വരുന്ന ഉത്കണ്ഠയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗങ്ങൾ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, അല്ലെങ്കിൽ വല്ലാണ്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട കണ്ടീഷൻസ്, റേപ്പ് കേസ്, അങ്ങനത്തെ അസോൾട്ടൊക്കെ വരുമ്പോൾ, സെക്ഷൽ അബ്യൂസ്, അങ്ങനത്തെ കേസിനൊക്കെ ശേഷവും പോസ്റ്റ് ട്രോമ കാണാറുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒരു കോമൺ കണ്ടീഷനാണ്, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് പല കേസുകളിലും നമ്മളുടെ അടുത്ത് OP-യിൽ അത് വരാറുമുണ്ട്. മെയിനായിട്ട് ഇതിൽ കാണുന്നത് ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ ഒരു 9 to 15% ആണ്. പക്ഷേ പ്രിവെയിലൻസ് ഇൻ സൊസൈറ്റി പറയുകയാണെങ്കിൽ 8% അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ സാധാരണ ഫാമിലി മെമ്പേഴ്സിൽ കാണാറുണ്ട്. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ സിമിലാരിറ്റി ഉണ്ട് ബാക്കിയുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഒക്കെ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. കാരണം അമിതമായ ഉത്കണ്ഠ ഉണ്ടാവും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആശങ്ക, വറീസ് ഉണ്ടാവും. അതൊക്കെ സ്ട്രെസ് ഡിസോർഡറിൽ ബാക്കിയുള്ള സ്ട്രെസ് ഡിസോർഡേഴ്സിലും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്ന കാരണങ്ങൾ ചൈൽഡ്ഹുഡിൽ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലക്സത്തീമിയ, ചില ആൾക്കാർക്ക് ഇമോഷൻസ് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അതിൻ്റെ ഒപ്പമുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർലൈൻ ബൈ ബോർഡർ ലൈൻ സബ്സ്റ്റൻസ് അബ്യൂസ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഇതിൽ പ്രീഡിസ്പോസിങ് ആവാം, ഇതിന് കോൺട്രിബ്യൂഷൻ ആവാം. പിന്നെ ബേസിക്കലി ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഫാർമക്കോതെറപ്പി ആൻഡ് സൈക്കോതെറപ്പിയാണ്. മെയിനായിട്ട് നമ്മൾ പറയുന്ന സിംറ്റംസ് ഇതിൽ വരുന്നത് ഇൻട്രൂഷൻ സിംറ്റംസ്, അതായത് ഫ്ലാഷ് ബാക്സ് പോലെ, പിന്നെ റിക്കർ ചെയ്യുന്ന ഡ്രീംസ് ഉണ്ടാവും, അല്ലെങ്കിൽ നൈറ്റ് മെയർസ്, പിന്നെ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ അവോയ്ഡൻസ് സിംറ്റംസ്, ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ അസോൾട്ട് നടന്നു അല്ലെങ്കിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തു എന്ന് വെച്ചാൽ അപ്പം ഇരുട്ടത്ത് നടക്കാനുള്ള പേടി, അത് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഇരുട്ടത്ത് നടക്കൽ വേണ്ടെന്ന് വെക്കുക, അങ്ങനത്തെ ഒക്കെ കുറേ അവോയ്ഡൻസ് സിംറ്റംസ്. പിന്നെ വരുന്നതാണ് ഹൈപ്പർ അറൈസൽ അല്ലെങ്കിൽ എക്സാജറേറ്റഡ് സ്റ്റാർട്ടൽ എന്ന് പറയും, അതായത് നമ്മിങ് സെൻസേഷൻ, അത് നമ്മൾ പറയും ഡീറിയലൈസേഷൻ സിംറ്റംസ് ഒക്കെ ഇതിലും കാണാറുണ്ട്. മൊത്തം ചുറ്റുപാട് അൺറിയൽ ആയിട്ട് തോന്നുക, ഒരു നമ്മിങ് സെൻസേഷൻ, അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ഹൈപ്പർ വിജിലൻസ്, എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠയോടെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ കാണുന്ന സിംറ്റംസ്. അപ്പോൾ ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത് സൈക്കോതെറപ്പി വിത്ത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. ഫാമിലി തെറപ്പി ഇതിൽ യൂസ്ഫുൾ ആണ്, ഗ്രൂപ്പ് തെറപ്പി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ തെറപ്പീസ് യൂസ്ഫുൾ ആണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് മുഖ്യമാണ്. കാരണം ഇവരുടെ ആങ്സൈറ്റി, ഉത്കണ്ഠ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയൊക്കെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇവരുടെ അണ്ടർലൈൻ ഡിപ്രസീവ് സിംറ്റംസ്, ഒരു വിഷാദം ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് ഇത് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷർ തെറപ്പി കൂടെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ഗ്രേഡഡ് ഡീസെൻസിറ്റൈസേഷനും കൂടെ നമ്മളിത് കൊടുക്കാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ബിഹേവിയർ തെറപ്പിയിൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി വളരെ ഹെൽപ്ഫുൾ ആണ് ഈ കേസുകളിൽ. തെറപ്പി സെഷൻസ് ക്യാൻ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ട്രീറ്റബിൾ കണ്ടീഷനാണ്. നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും ഒരു സപ്പോർട്ടീവ് എൻവയറമെൻറ്റ് ഇതിൽ യൂസ്ഫുൾ ആണ്. സപ്പോർട്ടീവ് എൻവയറമെൻറ്റ് ഇല്ലെങ്കിൽ ചിലപ്പം സിംറ്റംസ് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ആൻറ്റി ഡിപ്രസൻസും ആങ്സിയോലൈറ്റിക്സിലും ഇത് കൊടുക്കും, കാരണം അവർക്ക് വരുന്ന ഉത്കണ്ഠ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കോവിഡ് മൂലം വരുന്ന
ഒരു പോസ്റ്റ് ട്രോമയിലും കാണാറുണ്ട്. പലർക്കും ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പലർക്കും ഒരു ഫാമിലി മെമ്പർ നഷ്ടപ്പെട്ടു. ഒരാൾ പേരൻസ് ആണെങ്കിൽ ഒരാൾ ജീവിച്ചു, ഒരാൾ മരണപ്പെട്ടു കോവിഡ് മൂലം. അങ്ങനെ വരുന്ന കണ്ടീഷൻസ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാക്കി എല്ലാ കണ്ടീഷൻസും പോലെ തന്നെ ഒരു ട്രീറ്റബിൾ കണ്ടീഷനാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തിച്ച് നമ്മൾ വേണ്ടത്ര അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് മാത്രം. എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് ഇതിൽ മുഖ്യമാണ്. അപ്പോൾ ബാക്കി എല്ലാ കണ്ടീഷൻസും പോലെ തന്നെ ഒരു ട്രീറ്റബിൾ ഡിസോർഡറാണ്. താങ്ക് യു.